പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഇന്ന് പഠിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. ഈ ടെൻസിന്റെ ഉപയോഗ രീതികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ടെൻസിന്റെ വേർബ് എങ്ങനെയാണ് വരിക എന്ന് നോക്കണം. ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ഫോമായ ഹാഡ്, ഈ മൂന്ന് ഓക്സിലറി വേർബ്സിൽ ഒന്ന് അടങ്ങുന്ന സെന്റൻസ് പെർഫെക്റ്റ് സെന്റൻസ് ആണ്. അത് പ്രസന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഹാസ് ഹാവ് ഉണ്ടോ എന്ന് നോക്കിയും പാസ്റ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഹാഡ് ഉണ്ടോ എന്ന് നോക്കിയുമാണ്. നമ്മളിപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ എന്ത് തന്നെയാലും പ്രസന്റ് പെർഫെക്റ്റിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉണ്ടായിരിക്കും. ഹാവ് ഓർ ഹാസ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. കണ്ടിന്യൂസ് ടെൻസ് ആവണമെങ്കിൽ ഏതൊരു കണ്ടിന്യൂസ് ടെൻസിനും ING വേർബ് ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ലഭിക്കണമെങ്കിൽ അതിൻ്റെ വേർബ് വരേണ്ടത് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീന്, BEEN ബീന് പ്ലസ് ING വേർബ്. അങ്ങനെയാണ് ഹാസ് ബീൻ ING വേർബ് അല്ലെങ്കിൽ ഹാവ് ബീൻ ING വേർബ്. ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതിന്റെ അർത്ഥം വരുന്നത് അവൾ ഒരു കത്ത് എഴുതുകയാണ് എന്ന് തന്നെയാണ്. നമ്മൾ ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ പഠിച്ചിട്ടുണ്ടല്ലോ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പോഴും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാം. അതുപോലെ തന്നെയാണ് ഈ ടെൻസും. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്താ അർത്ഥം കൊടുക്കുന്നുവോ അതേ അർത്ഥം തന്നെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും കൊടുക്കുന്നത്. ഇപ്പോൾ ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറഞ്ഞാലും ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിനാണ് രണ്ട് ടെൻസ്, ഒന്ന് പോരെ എന്നുള്ള സംശയം സ്വാഭാവികം ഉണ്ടാവും. നമുക്കതിലേക്ക് കടക്കാം. ഒന്നാമത്തെ സെന്റൻസ് ഇവിടെ കൊടുത്തത് നോക്കുക. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് റിപ്പോർട്ട് സിൻസ് 8 o'clock ദിസ് മോർണിംഗ്. ഐ ഹാവ് ബീൻ വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണ്. ഓൺ ദിസ് റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിന്മേൽ, ഈ റിപ്പോർട്ടിനുമായി ബന്ധപ്പെട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിൻസ് 8 o'clock ഇൻ ദ മോർണിംഗ്, രാവിലെ 8 മണി മുതൽ. അപ്പോൾ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ ഐ ആം വർക്കിംഗ് ഓൺ ദിസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാലും ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം വരുന്നുണ്ട്. ദേ ഹാവ് ബീൻ ട്രാവലിംഗ് സിൻസ് ലാസ്റ്റ് ഒക്ടോബർ, കഴിഞ്ഞ ഒക്ടോബർ മുതൽ അവർ യാത്രയിലാണ്, ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ ആർ ട്രാവലിംഗ് എന്ന അർത്ഥത്തിലേക്ക് വരുന്നു. My sister has been staying in my house for 5 years. 5 വർഷമായി എൻ്റെ സിസ്റ്റർ എൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നൗ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, സ്റ്റിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പ്രത്യേകത, ഈ ടെൻസിൽ സാധാരണ ഒരു ടൈം എക്സ്പ്രഷൻ, ടൈമിനെ കാണിക്കുന്ന ഒരു പ്രയോഗം ഉണ്ടാവും. അത് ഒന്നുകിൽ ഫോർ എന്ന പ്രിപ്പോസിഷൻ കൊണ്ട് തുടങ്ങും. ഇവിടെ നമ്മൾ 4-5 years എന്ന് ലാസ്റ്റത്തെ
ഉദാഹരണത്തിൽ കണ്ടു. 5 വർഷമായി. അല്ലെങ്കിൽ സിൻസ് എന്നുള്ള വാക്കിലാണ് ഈ ടൈം എക്സ്പ്രഷൻ തുടങ്ങുക. സിൻസ് ലാസ്റ്റ് ഒക്ടോബർ എന്നും സിൻസ് 8 o'clock ദിസ് മോർണിംഗ് എന്നും തൊട്ട് മുമ്പുള്ള ആദ്യത്തെ 2 ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ സിൻസ് ലാസ്റ്റ് ഒക്ടോബർ എന്ന് പറഞ്ഞാൽ അർത്ഥം കഴിഞ്ഞ ഒക്ടോബർ മുതൽ എന്നാണ്. സിൻസ് 8 o'clock എന്ന് പറഞ്ഞാൽ അർത്ഥം 8 മണി മുതൽ എന്നാണ്. അപ്പോൾ മലയാളത്തിൽ നമ്മൾ മുതൽ എന്ന് പറയുന്നതിനാണ് ഇംഗ്ലീഷിൽ ഈ സിൻസ് ഉപയോഗിക്കുന്നത്. അതായത് ഫ്രം 8 o'clock നമ്മൾ പറയില്ല, 8 മണി മുതൽ. അതേ ഫ്രം ആണ് ഈ സിൻസിന്റെ അർത്ഥം. പക്ഷേ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ സിൻസിന് പകരം ഫ്രം ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഓർക്കണം. ഫ്രമിന്റെ അർത്ഥമാണ് സിൻസിന് ഉള്ളതെങ്കിലും നമുക്ക് സിൻസ് എന്ന് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. പരീക്ഷയിൽ ഒരു ചോദ്യം ഇരുന്നു. അപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തെ ചോദ്യം എടുക്കാം. വി ഡാഷ് ഇൻ ദിസ് ടൗൺ സിൻസ് 1955. ഇതൊരു മെയിൽ ആൻഡ് ഫീമെയിൽ വാർഡൻ പരീക്ഷയിൽ 2015 ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യത്തില് തന്നിട്ടുള്ള ഈ സെന്റൻസിൽ തന്നിട്ടുള്ള ഒരു ടൈം എക്സ്പ്രഷൻ ഉണ്ട്. അത് സിൻസ് 1955 എന്നാണ്. കണ്ട ഉടനെ നമുക്ക് തീരുമാനിക്കാം ഇവിടെ ഉപയോഗിക്കേണ്ടത് ഒരു പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇത് ഏത് പെർഫെക്റ്റ് ആകട്ടെ, ഒരു പെർഫെക്റ്റ് ടെൻസ് ആണ്. സ്വാഭാവികമായും ഒരു പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണഗതിയിലെ പരീക്ഷയിൽ നമ്മോട് ചോദിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ആയിരിക്കും ഈ സിൻസും ഫോറും വന്നു കഴിഞ്ഞാൽ. ഇവിടെ കൊടുത്ത ഓപ്ഷൻ നോക്കുക. ഒന്ന് ഹാവ് ബീൻ ലിവിങ് ആണ്, ഒന്ന് ഹാഡ് ബീൻ ലിവിങ് ആണ്, മൂന്നാമത്തത് ഹാസ് ബീൻ ലിവിങ് ആണ്, നാലാമത്തെ വേർ ലിവിങ് ആണ്. ഇതിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഇതിലെ ഹാവ് ബീൻ ലിവിങ്ങും ഹാഡ് ബീൻ ലിവിങ്ങും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബി അല്ല വന്നിട്ടുള്ളത്. വിയുടെ കൂടെ ഹാവ് ഉപയോഗിക്കാം, പ്ലൂറൽ ആയതുകൊണ്ട് ഹാഡ് പാസ്റ്റിൽ ഉപയോഗിക്കാം. ഹാസ് ബീൻ ലിവിങ് ഉപയോഗിക്കാൻ പറ്റുമോ? വിയുടെ കൂടെ ഹാസ് ഉപയോഗിക്കാൻ പറ്റില്ല, എസ്സിൽ അവസാനിക്കുന്ന വേർബ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ അങ്ങനെ എലിമിനേറ്റ് ചെയ്യാം. വേർ ലിവിങ് ഉപയോഗിക്കാൻ പറ്റുമോ? വിയുടെ കൂടെ വേർ ഉപയോഗിക്കാം, പക്ഷെ ഇവിടെ വേർ ലിവിങ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ സിൻസ് 1955 എന്നുള്ള ഒരു ടൈം എക്സ്പ്രഷൻ ഉണ്ട്. സിൻസ് 1955 എന്ന് കണ്ടാൽ, സിൻസ് കണ്ടാൽ അല്ലെങ്കിൽ ഫോർ കണ്ടാൽ, ഇപ്പം വി ഡാഷ് ഇൻ ദിസ് ടൗൺ ഫോർ 5 years എന്ന് കണ്ടോ, അല്ലെങ്കിൽ ഫോർ 10 years എന്ന് കണ്ടാൽ എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. വേർ ലിവിങ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, പെർഫെക്റ്റ് അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കേണ്ടത് എ വേണോ ബി വേണോ എന്നാണ്. ഇവിടെ നമുക്ക് എ മതി. ഇപ്പോഴും താമസിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ വി ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ടൗൺ സിൻസ് 1955 എന്നാണ് ആൻസർ വേണ്ടത്. ഹാഡ് ബീൻ ആവശ്യമില്ല. എന്തുകൊണ്ട് ഹാഡ് ബീൻ ആവശ്യമില്ല എന്നുകൂടി നാം അറിയണം. ഇവിടെ 2 സെന്റൻസ് ഇല്ല, ഒരു സെന്റൻസേ ഉള്ളൂ. 2 സെന്റൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു സെന്റൻസ് പാസ്റ്റായിട്ട് കണ്ടാൽ ഇപ്പുറം നമ്മൾ ഹാഡ് ബീൻ ഉപയോഗിക്കേണ്ടി വരും. അത്ര പരീക്ഷയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ സിൻസും ഫോറും ടൈം എക്സ്പ്രഷൻ കണ്ട ഉടനെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതിയേക്കരുത്. കാരണം ഇടക്കപ്പിങ് ആയിട്ട് അധികം വരാൻ ഇതേപോലുള്ള പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വെക്കേണ്ട ചോദ്യമായിരിക്കും. പക്ഷെ ചിലപ്പോൾ ഉണ്ട് ഹാഡ് ബീൻ വെക്കേണ്ടത് വരുന്നത്. അത് ഹാഡ് ബീനിൻ്റെ നമുക്കിനി പഠിക്കാനുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രം പഠിക്കാം. അതായത് സിൻസ് അല്ലെങ്കിൽ ഫോർ ഉപയോഗിച്ച് ഒരു ടൈം എക്സ്പ്രഷൻ സെന്റൻസിൽ ഉണ്ടെങ്കിൽ മിക്കവാറും അതിന് വരുന്ന ഉത്തരം
പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ഇനി ഇവിടെ ഒന്നിൽ ഹാവ് ബീൻ ലിവിങ് ആണ് ഉത്തരം. അർത്ഥം ഇത്രയേ ഉള്ളൂ, 1995 മുതൽ നമ്മൾ ഈ പട്ടണത്തിൽ താമസിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഷീ ഡാഷ് ഫോർ എ ബസ് ഫോർ ഓവർ 2 hours. Has been waiting, is waiting, have been waiting, was waiting. ഇവിടെ 4 over 2 hours. ഇപ്പോൾ 2 hours 2 മണിക്കൂറിലേറെയായി നമ്മൾ ബസ്സിന് കാത്തു നിൽക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ 4 over 2 hours, ഓവർ അങ്ങോട്ട് വിട്ടാൽ നമുക്ക് 4 2 hours കിട്ടിയല്ലോ. അപ്പോൾ ഏത് ടെൻസ് ഉപയോഗിക്കണം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. ഈസ് വെയിറ്റിങ്ങും വാസ് വെയിറ്റിങ്ങും പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസുമാണ്. പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസുമാണ്, പെർഫെക്റ്റ് അല്ലല്ലോ. അതുകൊണ്ട് ബി എയും ഡി എയും നമുക്ക് ഒഴിവാക്കാം. പിന്നെയുള്ളത് ഹാസ് ബീൻ വെയിറ്റിങ്ങും ഹാവ് ബീൻ വെയിറ്റിങ്ങും ആണ്. ഷീ ആണ് സബ്ജക്റ്റ്, നിങ്ങൾക്കറിയാമല്ലോ, ഷീ ഒരാളാണ്, അതുകൊണ്ട് സി ഉള്ള വേർബ് വേണം. അതുകൊണ്ട് ഹാസ് ബീൻ വെയിറ്റിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഇത് 2012 ആലപ്പുഴയിലും കോട്ടയത്തും തൃശ്ശൂരിലുമായി നടന്ന പരീക്ഷ, LDC പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ്. ഇനി അടുത്ത സെന്റൻസിലേക്ക് കടന്നാലോ. മൈ ബ്രദർ ഡാഷ് ഇൻ ഡൽഹി സിൻസ് 2005. 2011 നടന്ന PSC പരീക്ഷയിൽ വന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സിൻസ് 2005 എന്നുണ്ട്. ഉടനെ തീരുമാനിക്കുക, ഇവിടെ വേണ്ടതൊരു പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. അത് മിക്കവാറും എന്തായിരിക്കും? പ്രസന്റ് ആയിരിക്കും. എന്തായാലും ഇവിടെ പാസ്റ്റ് ഉള്ളതാകെ വർക്ക്ഡ് ആണ്, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കണ്ടിന്യൂസിലേക്ക് പോകണം. ഇവിടെ ആകെ ഒരു കണ്ടിന്യൂസേ ഉള്ളതാണ്, അത് ഹാസ് ബീൻ വർക്കിംഗ് മാത്രം. ഹാസ് ബീൻ വർക്ക്ഡ് കണ്ടിന്യൂസ് അല്ല, ഹാസ് വർക്ക്ഡും കണ്ടിന്യൂസ് അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മൈ ബ്രദർ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ഡൽഹി സിൻസ് 2005. എൻ്റെ ബ്രദർ 2005 മുതൽ ഡൽഹിയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥം കിട്ടും. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ നമുക്ക് കിട്ടുന്നത് ഈ ചോദ്യമാണ്. ഐ ഡാഷ് ഇംഗ്ലീഷ് സിൻസ് 1995. ഇവിടെയും സിൻസ് 1995 എന്നുണ്ട്. 2011 കാസർഗോഡ് നടന്ന ഒരു LDC പരീക്ഷയിൽ വന്ന ചോദ്യം. ആം സ്റ്റഡിങ്, വാസ് സ്റ്റഡിങ്, ഹാവ് ബീൻ സ്റ്റഡിങ്, വെയർ സ്റ്റഡിങ് എല്ലാം ING ഉള്ള കണ്ടിന്യൂസ് ടെൻസുകളാണ്. നമുക്ക് വേണ്ട ഏത് കണ്ടിന്യൂസ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. സാധാരണ സിൻസ് 1995 എന്നുണ്ട്. അതേതാണ് ഇവിടെ ഉള്ളത്? ഒന്നേ ഉള്ളൂ, അത് ഹാവ് ബീൻ സ്റ്റഡിങ് മാത്രമല്ലേ ഉള്ളൂ. ആം സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ്, വാസ് സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസ്, വെയർ സ്റ്റഡിങ് എന്ന് പറഞ്ഞാലും പാസ്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഹാവ് ബീൻ സ്റ്റഡിങ് മാത്രമാണ്. അപ്പം പിന്നെ എന്താ ഉത്തരം തിരഞ്ഞെടുക്കാൻ? എന്താ പിന്നെ താമസം? ഒരു താമസം വേണ്ട, ധൈര്യപൂർവ്വം ഓപ്ഷൻ സി എടുത്ത് നമുക്ക് ഉത്തരം പറയാവുന്നതാണ്. KSRTC അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ പരീക്ഷയിൽ 2011 നടന്ന പരീക്ഷയിൽ വന്ന 5ാമത്തെ ചോദ്യം, ഇറ്റ് ഡാഷ് റൈനിങ് സിൻസ് 6 o'clock എന്നാണ്. ഇവിടെയും സിൻസ് ആണുള്ളത്. അപ്പോൾ എന്തായിരിക്കും? റൈനിങ് അവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് ഉപയോഗിക്കുന്ന ഓക്സ് വേർബ് എടുത്ത് ഉപയോഗിക്കണം. ഒന്നുകിൽ അത് ആസ് പ്ലസ് ബീനായിരിക്കും, അല്ലെങ്കിൽ ആഡ് പ്ലസ് ബീന്, രണ്ടെണ്ണം കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് പ്രസന്റ് ആണ് വേണ്ടത്, അതുകൊണ്ട് നമ്മൾ ആസ് എടുക്കുന്നു, ആഡ് എടുക്കുന്നില്ല. വാസും ഈസും വെച്ചാൽ പെർഫെക്റ്റ് ടെൻസ് ആവില്ലല്ലോ. അതുകൊണ്ട് ഇവിടെയും ആസ് ബീൻ എടുക്കാൻ, അതാണ് ശരി ഉത്തരമെന്ന് കണ്ടെത്തുന്ന കാര്യത്തിൽ
നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് തരുന്ന സെന്റൻസ് ടെൻസുമായി ബന്ധപ്പെട്ട സെന്റൻസിൽ സബ്ജക്റ്റിന് ശേഷം ഒരു ബ്ലാങ്ക് കാണുന്നു. ഇവിടെ എല്ലാം സബ്ജക്റ്റിന് ശേഷം ഒരു ബ്ലാങ്ക് ആണല്ലോ. അവിടെ ഏത് ഓപ്ഷനിൽ നിന്ന് ഏത് ടെൻസിലുള്ള വേർബ് എടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് ഈ സെന്റൻസിൽ അടങ്ങുന്ന ടൈം എക്സ്പ്രഷൻ നോക്കിയിട്ടാണ്. നേരത്തെ പറഞ്ഞു, ഇപ്പൊ യൂഷ്വലി എന്നാണ് അടങ്ങുന്നതെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എടുക്കുന്നു. നൗ എന്നുണ്ടെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എടുക്കുന്നു. ഇപ്പോൾ ആൾറെഡി എന്നൊരു വാക്ക് കണ്ടുപോയാൽ ഉടനെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എടുക്കുന്നു. അതുപോലെ സിൻസ് പ്ലസ് ടൈം അല്ലെങ്കിൽ ഫോർ പ്ലസ് ടൈമാണ് സെന്റൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സ്വാഭാവികമായും എടുക്കുന്നു. ഇക്കാര്യമാണ് നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ ടെൻസിലുള്ള ചോദ്യം ധാരാളമായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പെർഫെക്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഊന്നൽ കൊടുക്കുക. എല്ലാത്തിനും പ്രത്യേകം ഊന്നൽ കൊടുത്ത് പഠിക്കണം. എന്നാൽ പോലും പ്രസന്റ് പെർഫെക്റ്റിനെയും അതായത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ മൊത്തത്തിൽ ശരിക്കും വിലയിരുത്തിയിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം പെർഫെക്റ്റ് ടെൻസ് എന്നുള്ള ഈ ടെൻസിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ PSCയിൽ വരുന്നത്. ഇനി നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യം രണ്ട് തരത്തിലാണ് PSC ചോദിക്കുന്നത്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേർബിന്റെ സ്ഥലത്ത്, അതായത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് കൊടുക്കും. അവിടെ നമ്മൾ ഏത് ടെൻസിലുള്ള വേർബ് വേണോ എന്ന് തീരുമാനിച്ചിട്ട് എഴുതും. അപ്പോൾ സിൻസും ഫോറും കണ്ടാൽ നമ്മൾ സ്വാഭാവികമായും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് തിരഞ്ഞെടുക്കുന്നു. ഇത് മറ്റൊരു രീതിയിൽ വരാറുണ്ട്. അതെന്താ വരാന്ന് വെച്ചാൽ, ഈ വേർബ് കൊടുത്തിട്ടുണ്ടാവും, അത് പെർഫെക്റ്റ് ടെൻസ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ടൈം എക്സ്പ്രഷന്റെ സ്ഥലത്ത് ഒരു ബ്ലാങ്ക് അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് നിങ്ങളോട് അവിടെ ഉചിതമായ വാക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറയും. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് എന്താണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. എന്താണ് ആ വാക്കുകൾ? ഒന്നുകിൽ സിൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫോർ ആയിരിക്കും. അപ്പോൾ പലർക്കും അത് തിരഞ്ഞെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നതായി കണ്ടിട്ടുണ്ട്. ഇവിടെ കൊടുത്ത ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം. വനിതാ എക്സൈസ് ഗാർഡ് പരീക്ഷ 2011, അതിൽ PSC ചോദിച്ച ഒരു ചോദ്യം, ഈ ഹാസ് ബീൻ ഇൻ ട്രിവാൻഡ്രം ഡാഷ് തേഴ്സ്ഡേ. അപ്പോൾ ഡാഷ് തേഴ്സ്ഡേ ഓണ് വേണോ, ആഫ്റ്റർ വേണോ, സിൻസ് വേണോ, ഫോർ വേണോ? ഈ 4 പ്രിപ്പോസിഷൻസിൽ ഏതാണ് നമുക്ക് ആവശ്യം? നിങ്ങൾ നോക്കുക, ഇവിടെ തേഴ്സ്ഡേ എന്നാണുള്ളത്, വ്യാഴാഴ്ച. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്നത് വ്യാഴാഴ്ച മുതൽ അവൻ തിരുവനന്തപുരത്തുണ്ട് എന്നല്ലേ? അപ്പൊ വ്യാഴാഴ്ച മുതൽ എന്നല്ലേ മലയാളത്തിൽ പറയാം. ഈ വ്യാഴാഴ്ച മുതൽ എന്ന് പറയുന്ന മുതലാണ് സിൻസ്. നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ടൈമിന്റെ കൂടെയാണ്. ഒരു പ്രവൃത്തി നമ്മൾ തുടങ്ങുന്നത് എപ്പോഴാണോ ആ സമയം കാണിക്കുമ്പോൾ അത് പാസ്റ്റ് ടൈം ആയിരിക്കും. ഇപ്പം വ്യാഴാഴ്ച മുതൽ അവൻ തിരുവനന്തപുരത്തുണ്ട് എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച കഴിഞ്ഞിട്ടാണല്ലോ പറയുന്നത്, ഇന്ന് വ്യാഴാഴ്ച അല്ല. അപ്പോൾ ഈ മുതൽ എന്ന അർത്ഥത്തിൽ വരുമ്പോൾ സ്റ്റാർട്ടിങ് ടൈം ആണോ എന്ന് നോക്കാം, അവിടെ സിൻസ് വെക്കാം. അപ്പോൾ ഇവിടെ സിൻസാണ് വേണ്ടത്. എന്നാൽ രണ്ടാമത്തെ ചോദ്യം നോക്കുക, he has lived in Chennai dash 3 years. 4 since from to. ഇവിടെ ഏതാ ടെൻസ്? he has lived, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. in Chennai dash 3 years. ഇവിടെ 3 years എന്നാണുള്ളത്. അപ്പോഴോ 3 വർഷം മുതൽ എന്നല്ല, 3 വർഷമായി അവൻ ചെന്നൈയിൽ താമസിക്കുന്നുണ്ട്
എന്നുള്ള അർത്ഥത്തിൽ 3 വർഷമായി അവൻ ചെന്നൈയിൽ താമസിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഫോർ ഉപയോഗിക്കണം. ഇത് പീരീഡാണ്. 3 വർഷം എന്നത് ഒരു സ്റ്റാർട്ടിംഗ് ടൈം അല്ല, മറിച്ച് പീരീഡാണ്. എന്നാൽ 2017 എന്നാണ് അവിടെ ഉള്ളതെങ്കിലോ, അവിടെ 2017 എന്നുണ്ടെങ്കിൽ 2017 മുതൽ താമസിക്കുന്നു എന്ന് പറയാം. അപ്പോൾ സിൻസ് ഉപയോഗിക്കണം. 2017 എന്ന് പറയുന്നത് ഒരു വർഷത്തെയാണ് കാണിക്കുന്നത്. 3 വർഷം മുമ്പുള്ള വർഷമാണ് 2017. അപ്പോൾ മുതൽ ഉപയോഗിക്കും. അപ്പോൾ അവൻ ചെന്നൈയിൽ 2017 മുതൽ താമസിക്കുന്നു എന്നാണ് പറയുക. സാധാരണ ഇതിൽ 4 വരുമ്പോൾ ഇങ്ങനെ 1, 2, 3 ഇങ്ങനെയുള്ള ഒരു സംഖ്യ വരും. അതുപോലെ അതിന് തൊട്ട് സെക്കൻഡ്സ് എന്നോ മിനിറ്റ്സ് എന്നോ അല്ലെങ്കിൽ അവേഴ്സ് മണിക്കൂറുകളെന്നോ ഡേയ്സ് എന്നോ വീക്സ് എന്നോ മന്ത്സ് എന്നോ ഇയേഴ്സ് എന്നുള്ള വാക്കുകളും ഉണ്ടാവും. അത് പീരീഡാണ്. നമ്മളൊരു ക്ലാസ് സാധാരണ പറയും 45 മിനിറ്റ് ആണ്. 45 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു പീരീഡാണ്. എന്നാൽ 10 മണി എന്ന് പറഞ്ഞാൽ അത് പീരീഡ് അല്ല, അതൊരു പോയിന്റ് ഓഫ് ടൈമാണ്. അല്ല, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. ഇപ്പൊ 10 മണി മുതൽ 11 മണി വരെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 1 മണിക്കൂറായി ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ 1 hour ആവും. അല്ലെങ്കിൽ ആൾക്ക് ഞാൻ 10 മണി മുതൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് 11 മണിക്ക് പറയാം. അപ്പോൾ 10 മണി എന്തായി? പിറകിലോട്ട് പോയി, പാസ്റ്റിലേക്ക് പോയി. അത് സ്റ്റാർട്ടിങ് ടൈം. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിനെ കാണിക്കാനാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ടിങ് ടൈം മുതൽ പറയുന്ന ടൈം വരെയുള്ള കാലയളവ്, പീരീഡ് കാണിക്കാനാണ് പിന്നെ നമ്മൾ 4 ഉപയോഗിക്കുന്നത്. 4-ലെ 6-ഉം പീരീഡിലെ 6-ഉം ഓർമ്മിക്കുക, എന്നിട്ട് യോജിപ്പിക്കുക. സിൻസിലെ എസും സ്റ്റാർട്ടിങ് ടൈമിലെ എസും തമ്മിൽ യോജിപ്പിക്കുക, എന്നിട്ട് ഉത്തരം കണ്ടെത്തുക. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിലോ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. He has been living in Delhi dash 1995. സ്റ്റാർട്ടിംഗ് ടൈം ആണ്, സിൻസ് ഉപയോഗിക്കണം. അർജുൻ has been living here dash 5 years. അവിടെ 5 years ആണ് സ്റ്റാർട്ടിംഗ് ടൈമിലെ പീരീഡ് ആണ്. അവിടെ 4 ഉപയോഗിക്കണം. ഇവിടെ ഹാസ് ബീൻ ലിവിങ് എന്നാണ് 2 ചോദ്യത്തിലും വന്നിട്ട്. 2013 പരീക്ഷയിൽ ഹാസ് ബീൻ ലിവിങ്, 2015 ഹാസ് ബീൻ ലിവിങ്. ഈ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്, ശ്രദ്ധിക്കണം. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നെക്സ്റ്റ്, ഐ ഹാവ് നോട്ട് മെറ്റ് ഹിം ഡാഷ് ലാസ്റ്റ് മൺഡേ. ലാസ്റ്റ് മൺഡേ അത് പീരീഡ് അല്ല. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഞാൻ അവനെ കണ്ടിട്ടില്ല. അപ്പോൾ മുതലാണ് വേണ്ടത്. അപ്പോഴെന്താ അവിടെ സിൻസ് ഉപയോഗിക്കും. രാജു ഹാസ് ബീൻ റൈറ്റിംഗ് എ നോവൽ ഡാഷ് 3 hours നൗ. 3 hours 3 മണിക്കൂർ പീരീഡാണ്. 4 ഉപയോഗിക്കാം. ഇറ്റ് ഈസ് 2 months ഡാഷ് ഐ വെന്റ് ടു ദ ഡോക്ടർ. ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് 2 മാസമായി. ഇറ്റ് ഈസ് 2 months. ഇവിടെ 4 ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ വന്നിട്ടുള്ളത് ഒരു സെന്റൻസ് ആണ്. സെന്റൻസിലൂടെയാണ് ടൈമിനെ കാണിക്കുന്നത്. ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് 2 മാസമായി. ഓർക്കുക, ഇത്തരത്തിൽ ചില ചോദ്യങ്ങൾ പരീക്ഷയിൽ ചിലപ്പോൾ വരാറുണ്ട്, വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു സ്റ്റാർട്ടിംഗ് ടൈം മുതലാണ്. സ്റ്റാർട്ടിംഗ് ടൈം കാണിക്കാനാണ് സിൻസ് ഉപയോഗിക്കേണ്ടത്.
പീരീഡ് ഓഫ് ടൈം കാണിക്കാനാണ് ഫോർ ഉപയോഗിക്കേണ്ടത്. ചില ഘട്ടത്തിലെ ഈ ഡാഷിന് ശേഷം സെന്റൻസ് വരും. ഐ വെന്റ് ടു ദ ഡോക്ടർ. ഞാൻ വെന്റ് പോയി, ടു ദ ഡോക്ടർ ഡോക്ടർ അടുത്ത്. ഇതൊരു സെന്റൻസ് ആണല്ലോ. അങ്ങനെ സെന്റൻസ് വരികയാണെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് ഫോർ അല്ല, സിൻസ് ആണെന്ന് ഓർമ്മിക്കാം. ഇറ്റ് ഈസ് 2 months സിൻസ് ഐ വെന്റ് ടു ദ ഡോക്ടർ. ഇക്കാര്യം ഓർക്കണം. ഈ സ്റ്റാർട്ടിങ് ടൈം അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ടൈം വന്നാലും സെന്റൻസ് വന്നാലും നമ്മൾ എന്ത് ഉപയോഗിക്കണം? സിൻസ് ഉപയോഗിക്കണം. ഈ സെന്റൻസിൽ ചിലർക്ക് സംശയം ഉണ്ടാകാം. ഇവിടെ ഇറ്റ് ഈസ് 2 months എന്നാന്നുള്ളത് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അല്ല, ഇത് പെർഫെക്റ്റ് ടെൻസ് അല്ലല്ലോ. അപ്പോൾ അവിടെ സിൻസ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന്. ഈ സെന്റൻസിന്റെ പ്രത്യേകത, ഇവിടെ ഇറ്റ് ഈസ് 2 months നമ്മൾ ഉപയോഗിക്കാം. ഇനി പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റിയിട്ട് ഇറ്റ് ഹാസ് ബീൻ 2 months എന്നും ഉപയോഗിക്കാം. രണ്ടും ശരിയാണ്. എങ്ങനെ വന്നാലും ആ ഡാഷിൽ നിങ്ങൾ സിൻസ് വെക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ നിന്ന് പഠിക്കാം. ചില പരീക്ഷയിൽ വരുന്നത് ഇറ്റ് ഈസ് 2 months എന്ന് കഴിഞ്ഞിട്ട് സിൻസും വെക്കും, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ 2 months എന്ന് കഴിഞ്ഞിട്ട് സിൻസ് വെക്കും. എന്നിട്ട് ഒന്നുകിൽ അവിടെ ഡാഷ് കൊടുക്കും, ബ്ലാങ്ക് അങ്ങ് കൊടുക്കും. അതല്ലെങ്കിൽ ഈ ഐയും വെക്കും, ടു ദ ഡോക്ടർ വെക്കും, ആ വേർബിൻ്റെ അടുത്ത് ബ്ലാങ്ക് കൊടുക്കും, ബ്ലാങ്ക് ഇടും. നിങ്ങൾ ഓർക്കേണ്ടത്, സിൻസിന് ശേഷം ഇത്തരത്തിലുള്ള സെന്റൻസിൽ സിൻസിന് ശേഷം വരുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കണം. ടെൻസ് ശ്രദ്ധിക്കുക, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അതായത് വേർബിന്റെ രണ്ടാമത്തെ ഫോം. ഗോ, വെന്റ്, ഗോൺ എന്നാണല്ലോ ഫോം. അതിൽ വെന്റ് എന്നുള്ള രണ്ടാമത്തെ ഫോമാണ് നമ്മൾ സിൻസിന് ശേഷം വരുന്ന സെന്റൻസിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സിൻസിന് ശേഷം ഒരു സെന്റൻസ് ആണ് വരേണ്ടത്. മറ്റൊന്ന്, സിൻസിന് ശേഷം വരുന്ന സെന്റൻസിൽ സാധാരണ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇക്കാര്യങ്ങളാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് സിൻസ് എവിടെ ഉപയോഗിക്കണം, ഫോർ എവിടെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. 2003 എറണാകുളത്ത് വെച്ച് നടന്ന LDC പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട്. ഈ ചോദ്യം ഒന്ന് നോക്കുക. യു ആർ പാൻഡിങ്. ഇതിൻ്റെ ഓപ്ഷൻസ്: ഹാവ് യു ബീൻ റണ്ണിങ്, ആർ യു റണ്ണിങ്, വേർ യു റണ്ണിങ്, ഹാവ് യു റൺ. ഇത് പലർക്കും ഉത്തരം തെറ്റിയ ഒരു ചോദ്യമാണ്. നിങ്ങൾ ഇതിനെന്തുത്തരമാണ് എടുക്കുക? എ ആണോ എടുക്കുക, ബി ആണോ എടുക്കുക, സി ആണോ എടുക്കുക, ഡി ആണോ എടുക്കുക? ഒരാളോട് ചോദിക്കുന്നതാണ്, യു ആർ പാൻഡിങ്, നിങ്ങൾ കിതക്കുകയാണ്. എന്നിട്ട് അയാൾ ഓടിയതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഓടിയ കാരണത്താലാണോ അയാൾക്ക് കിതക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ മനസ്സിൽ കുറിച്ചിടുക. ഞാൻ അല്പം കഴിഞ്ഞ് അടുത്ത ചോദ്യം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇതിൻ്റെ ഉത്തരം പറയാം. അപ്പോൾ നിങ്ങളുടെ ഉത്തരം ഞാൻ പറയുന്ന ഉത്തരമായി യോജിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്ത സെന്റൻസ്, വി ഡാഷ് ഈച്ച് അതർ ഫോർ 5 years. ഫോർ 5 years എന്നിവിടെ ഉള്ളത് കൊണ്ട് നമുക്കറിയാം ഇവിടെ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സാധാരണ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെയുള്ള ഉത്തരങ്ങളിൽ ന്യൂ എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അത് നമ്മൾ ഈ ഫോർ അടങ്ങുന്ന ടൈം എക്സ്പ്രഷനോട് കൂടിയ സെന്റൻസ് ഉപയോഗിക്കുന്നില്ല, ഒഴിവാക്കാം. പിന്നുള്ളത് നോണാണ്. നോണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ ഫോമാണ്. അതൊരു ഓക്സിലറി ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല, അതിനെ ഒഴിവാക്കാം.
അടുത്ത നോസ് ആണ്. നോസ് ഉപയോഗിക്കണമെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആവണം. വി എന്ന പ്രോനൗൺ പ്ലൂറൽ ആയതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല, അവിടെ നോനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതും ഒഴിവാക്കാം. ഇങ്ങനെ ഒഴിവാക്കി അവസാനം എത്തി നിൽക്കുന്നത് ഹാവ് നോണിലാണ്. അപ്പോൾ ഹാവ് നോൺ എന്നായിരിക്കും കറക്റ്റ് ആൻസർ. ഹാവ് നോട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, കണ്ടിന്യൂസ് അല്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ ചോദ്യം തയ്യാറാക്കിയ ആള് ഹാവ് ബീൻ നോയിങ് എന്ന് കൊടുത്തിട്ടില്ല. ഹാവ് ബീൻ നോയിങ് എന്ന് കൊടുത്താൽ പലരും ഈ 4-5 ഇയേഴ്സ് ഉള്ളത് കൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കണമല്ലോ എന്നുള്ള ആ അറിവില് ഹാവ് ബീൻ നോയിങ് ശരിയുത്തരമായി എടുക്കാൻ സാധ്യത ഏറെയാണ്. അത് കൊടുക്കാത്ത കാരണത്താൽ ഇതിന്റെ ശരിയുത്തരം എഴുതിയവരൊക്കെ അല്ലെങ്കിൽ ഇതിന് ഉത്തരം തിരഞ്ഞെടുത്തവരൊക്കെ മിക്കവാറും ഹാവ് നോൺ എഴുതാനാണ് സാധ്യത. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഹാവ് ബീൻ നോയിങ് എന്നുണ്ടെങ്കിൽ അതെടുത്ത് എഴുതാൻ പാടില്ല. കാരണം നേരത്തെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പറഞ്ഞ് അതിനെക്കുറിച്ചിട്ട് നിയമങ്ങൾ പറഞ്ഞു തരുന്ന സമയത്ത് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. ഇംഗ്ലീഷിലെ ചില വേർബ്സ്, ലവ്, ഹെയ്റ്റ് പോലുള്ള ചില വേർബ്സ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല. അത് ഒരു കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല, ഏത് കണ്ടിന്യൂസ് ആയാലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അത് ഇവിടെയും ബാധകമാണ്. അപ്പോൾ നമ്മൾ നോ എന്ന വാക്ക് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഹാവ് ബീൻ നോയിങ് നമുക്ക് പറയാൻ പറ്റില്ല, ഹാവ് നോണെന്നേ പറയാൻ പറ്റൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഹാവ് നോണിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. മാത്രമല്ല, ഈ ഓപ്ഷൻസ് എന്ന് ഓരോന്നിനെ എലിമിനേറ്റ് ചെയ്താലും നമ്മൾ അവസാനം ചെന്ന് നിൽക്കുന്നത് ഹാവ് നോണിൽ തന്നെയാണ്. 2013 തിരുവനന്തപുരത്ത് നടന്ന LDC പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണിത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. യു ആർ പാൻഡിങ്, ഇതിന് പലരും നൽകിയ ഉത്തരം ഓപ്ഷൻ സി വേർ യു റണ്ണിങ് ആണ്. വേർ യു റണ്ണിങ് ശരിയുത്തരമാണോ അല്ല ആർ യു റണ്ണിങ് ആണോ ശരി ഉത്തരം? ഹാവ് യു റണ്ണാണോ, ഹാവ് യു ബീൻ റണ്ണിങ് ആണോ? ഒരു തരം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ഇത് LDC പരീക്ഷയ്ക്കാണ് ചോദിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇതിന്റെ നിയമം പൊതുവെ പലരും പഠിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പല പുസ്തകങ്ങളിലും ഇതിന്റെ നിയമം പറയുന്നില്ല. ചില പുസ്തകങ്ങളിൽ മാത്രമേ പറയുന്നുള്ളൂ, എല്ലാ പുസ്തകങ്ങളിലും പറയുന്നില്ല. പിന്നെ ഈ നമ്മൾ ഗ്രാമർ ഒക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പുസ്തകത്തിൽ എല്ലാ ഗ്രാമറും വിവരിക്കില്ല. അതായത് വലിയ പുസ്തകങ്ങൾ എടുത്താൽ പോലും എല്ലാ ഗ്രാമറും കിട്ടണമെന്നില്ല. അതായത് 100% അറിവ് ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു ഗ്രാമറിൽ പുസ്തകത്തിൽ നേടാൻ കഴിയണമെന്നില്ല. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം പല പുസ്തകങ്ങളിലും ഈ നിയമം പറയുന്നില്ല. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനുള്ള ഒരു ഉപയോഗം നേരത്തെ പറഞ്ഞതാണ് കാണുക പൊതുവെ. അതായത് നേരത്തെ തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതുമായ ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കാൻ ഒരു ടൈം ക്ലോസോട് കൂടി, ഫോറോ സിൻസോ അടങ്ങുന്ന ഒരു ടൈം ക്ലോസോട് കൂടിയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്നാണ് പല പുസ്തകങ്ങളിലും ഉള്ളത്. ചില പുസ്തകങ്ങളിൽ നിയമം ഇത് കാണാം. ഇവിടെ ശരിക്കും വേണ്ടത് ഹാവ് യു റൺ അല്ല, വേർ യു റണ്ണിങ്ങുമല്ല, ആർ യു റണ്ണിങ്ങുമല്ല, ഹാവ് യു ബീൻ റണ്ണിങ് എന്നതാണ് കറക്റ്റ് ആൻസർ. നമുക്കിതൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഒരാൾ ചോദിക്കുകയാണ്, യു ആർ പാൻഡിങ്, നിങ്ങൾ കിതക്കുകയാണ്. ഇപ്പൊ അയാൾ ഇപ്പോൾ കിതച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ കിതച്ചു കൊണ്ടിരിക്കണമെങ്കിൽ അയാൾ ഓടി വന്നിട്ടാവണം കിതച്ചത്. അപ്പൊ ആ ഓടി വന്നതിൻ്റെ റിസൾട്ടാണ് ഈ കിതപ്പ്. അതുകൊണ്ട് നമുക്കവിടെ വേർ യു റണ്ണിങ് എന്ന് ചോദിക്കാൻ പറ്റില്ല. പലരും വേർ യു റണ്ണിങ് ആണ് ഉത്തരം നൽകിയത്. നിങ്ങളെ മനസ്സിൽ വേർ യു റണ്ണിങ് ആണോ വന്നതെന്ന് എനിക്കറിയില്ല.
അപ്പോൾ വേർ യു റണ്ണിങ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം, ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ ഒരു സംഭവത്തിൻ്റെ റിസൾട്ട് ഇപ്പം വരില്ല. നിങ്ങൾ ഇന്നലെ ഓടിയെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഓടിയെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ഉച്ചക്ക് ഓടിയെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇപ്പോഴല്ലല്ലോ ഉണ്ടാകുക. അത് പാസ്റ്റ് ടൈമിൽ അങ്ങ് കഴിഞ്ഞു. ഇപ്പം പറയുന്നത് യു ആർ പെൻഡിങ് എന്നാണ്, അത് പ്രസൻറ്റിലാണുള്ളത്. അതുകൊണ്ട് പ്രസൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ടെൻസ് വരണം. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതായത് ഒരു പ്രവർത്തനം പൂർത്തിയാക്കുക, അതിൻ്റെ റിസൾട്ട് അന്നേരം തന്നെ കാണുക. അപ്പം ഈ റിസൾട്ടിന് നിദാനമായ പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കണം. പാൻറ് ചെയ്യാനുള്ള, കിതക്കാനുള്ള കാരണം റണ്ണിങ് ആണ്. അപ്പോൾ റണ്ണിങ്ങിൻ്റെ റിസൾട്ടാണ് പാൻറ്റിങ്. ഇത് പ്രസൻറ്റിൽ നടക്കുകയാണ്. അതുകൊണ്ട് ഹാവ് യു ബീൻ റണ്ണിങ് എന്ന് ഉപയോഗിക്കാം. അത് അതിൻ്റെ ഒരു പ്രത്യേക പ്രയോഗ രീതിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു നോക്കിയാൽ, ഐ ഫീൽ കോൾഡ് ബിക്കോസ് ഐ ഹാവ് ബീൻ സ്വിമ്മിങ് ഫോർ ആൻ അവർ. 1 മണിക്കൂറായി ഞാൻ നീന്തുകയാണ്. ആ നീന്തുന്നതിൻ്റെ ഒരു കാരണത്താലാണ് എനിക്കിപ്പോൾ നല്ല തണുപ്പ് തോന്നുന്നത്. അപ്പോൾ നീന്തി കഴിഞ്ഞിട്ടുണ്ട്. നീന്തി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വന്നു, അത് ഫീലിംഗ് കോൾഡാണ്. അപ്പോൾ എന്തായി, ഈ കോൾഡ് ഫീൽ ചെയ്യാനുള്ള കാരണം എന്താ? നീന്തലാണ്. അതിനെ നമ്മൾ എന്തിൽ ഉപയോഗിക്കണം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കണം. ഇതാണ് നിയമം. ഇത്തരം നിയമങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് പ്രത്യേകമായിട്ട്. അപ്പോൾ ഈ ചോദ്യം PSC LDC പരീക്ഷയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു അല്പം ടഫായ ഒരു ചോദ്യമാണ്, അങ്ങനെ പറയാതെ വയ്യ. ഇത്തരം ടഫായ ചോദ്യങ്ങൾ ചില ഘട്ടത്തിൽ LDCക്ക് പോലും വരുമ്പോൾ ഡിഗ്രി പരീക്ഷയുടെ കാര്യം പറയണ്ടല്ലോ. അതുകൊണ്ട് നിയമം പഠിക്കുമ്പോൾ ഈ നേരത്തെ വന്നിട്ടുള്ള കുറേ ചോദ്യങ്ങളെ വിലയിരുത്തി മാത്രം പഠിച്ചാൽ പോരാ, അതിൽ നിന്ന് വ്യതിചലിക്കുന്ന നിയമങ്ങളും പഠിക്കണം. അപ്പോൾ ആ വ്യതിചലിക്കുന്ന നിയമങ്ങൾ, സാധാരണ നിയമങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൽ ഏതാണ്ട് ഒരു പൂർണ്ണത കൈവരിക. ഏത് തരം ചോദ്യം ചോദിച്ചാലും ശരി ഉത്തരം കണ്ടെത്താനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. അത് നിങ്ങൾക്ക് മിക്കവാറും മനസ്സിലായി കാണും, പൂർണ്ണമായും മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. സംശയം വല്ലതുമുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.